ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കോഴിക്കോട് ജനറൽ ഹോസ്പിറ്റൽ മയക്കുമരുന്ന് മാഫിയയുടെയും അനാശാസ്യ പ്രവർത്തകരുടെയും താവളമായി മാറുന്നുവോ? ആയിരക്കണക്കിന് ജനങ്ങൾ ആശ്വാസമേകുന്ന കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിൻ്റെ ഇന്നത്തെ അവസ്ഥ ഭയങ്കര ഭയാനകമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും കാട് പിടിച്ചു കിടക്കുന്ന പരിസരങ്ങളും വൃത്തിഹീനമായ ബിൽഡിങ്ങുകളും ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് ഭാഗം തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏറ്റവും വലിയ ഒരു ബിൽഡിംഗ് എന്നും നിലംപത്താവുന്ന രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ്. ഉച്ച 2 മണിയോടെ OP സമയം കഴിയുമ്പോൾ വിജനമാകുന്ന ഈ പ്രദേശം നായികളുടെയും അനാശാസ്യ പ്രവർത്തകരുടെയും മയക്കുമരുന്ന് മാഫിയകളുടെയും താവളമായി മാറുന്നു. രാത്രി കാലങ്ങളിൽ ഈ വഴിയിലൂടെ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് രോഗികളും കൂട്ടിരിപ്പുകാരും പറയുകയുണ്ടായി. കാരുണ്യ പ്രവർത്തിക്കുന്ന 2 ഭാഗങ്ങളിലായി വൈകുന്നേരമാകുമ്പോൾ മയക്കുമരുന്ന് മാഫിയക്കാരും ഉപഭോക്താവും കസ്റ്റമറും ഒരുമിച്ചെത്തി അവിടെ തന്നെ വെച്ച് സിറിഞ്ച് വെച്ച് ഉപയോഗം നടത്തുന്ന സ്ഥിതി ധാരാളമായി എന്നും കാണുന്നു എന്ന് നഴ്സുമാരും രോഗികൾ കൂട്ടിരിപ്പുകാരും ഞങ്ങളോട് പറയുകയുണ്ടായി. സമയത്ത് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കഴിയുന്നതും എയ്ഡ് പോസ്റ്റിൽ പറഞ്ഞ് ചിലപ്പോൾ പോലീസുകാർ വന്ന് ഇവിടെ നിൽക്കുകയാണ് ചെയ്യാറ്. പിന്നെ അവരെന്നെ ഞങ്ങളോട് പറഞ്ഞ എല്ലാ ഡോറെല്ലാം നിങ്ങൾ എപ്പോഴും ക്ലോസ് ചെയ്തിരിക്കണം. പക്ഷെ നമുക്ക് അവരെത്ര എന്തൊക്കെ ചെയ്താലും ഗ്ലാസ്സൊക്കെ പേടിയുണ്ട്. അവരുടെ പൊളിച്ച് കയറാനില്ല. അത്ര ആരോഗ്യമില്ലാത്ത ആൾക്കാർ അങ്ങനെയൊന്നും അല്ല. അവരെന്തെങ്കിലും ചെയ്താൽ നമ്മുടെ ജീവന് നല്ല ഭീഷണിയാണ് നമുക്കത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇതിനെ മുൻകരുതലായിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റലുകാരോട് പറഞ്ഞതാണ്. അവർ ഇതുപോലെ ഇടയ്ക്ക് വന്ന് നോക്കും. അപ്പോൾ വന്ന് നിൽക്കുന്നവർ പോകും, പിന്നെയും തിരിച്ചു വരും. പോലീസ് വരുമ്പോൾ തന്നെയാണ് സ്ഥിതി. അവർ തിരിച്ചു പോകും, പോലീസിൽ പോയി അപ്പുറത്തേക്ക് പോയെന്ന് കണ്ട് അവർ വീണ്ടും വരും. ചില സമയത്ത് ഭയങ്കര ബഹളമൊക്കെ കേൾക്കാറുണ്ട്. അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറയുന്നതായിരിക്കും. പക്ഷേ ഭയങ്കര ബഹളം. അപ്പോൾ ആൾക്കാർ ഇവിടെ മരുന്ന് മേടിക്കാൻ വരുന്നവർ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾക്കൊന്ന് എയ്ഡ് പോസ്റ്റ് പറഞ്ഞോളെ. അപ്പോൾ ഞങ്ങൾ അവരോടും പറയും, ഞങ്ങൾ പറഞ്ഞു മതിയായിട്ടാണ് നിങ്ങളൊന്ന് പോയി പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ അവരോട് വരുന്ന പേഷ്യൻസിൻ്റെ ആൾക്കാരോട് ഞങ്ങൾ നിങ്ങൾ കൂടി പോയി കംപ്ലയിൻറ്റ് ചെയ്യണേന്ന് പറയുക. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് മതിയായതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് തക്കതായ ഒരു പ്രതിവിധി ഉണ്ടാക്കി കിട്ടണമെന്ന് ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾക്കൊരു സേഫായിട്ട് ജോലി ചെയ്യാൻ ഉള്ള ഒരു കാരണം ഞങ്ങൾ വനിതകളാണ് ഇവിടെ അധികം ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്ക് സേഫായിട്ട് ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഫാർമസിയിൽ 9 to 5 പ്രവർത്തിക്കുന്ന ഫാർമസിയാണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് ഞങ്ങൾ വന്ന് പുറത്തത്തെ ഷട്ടർ ഞങ്ങൾക്ക് തുറക്കാൻ കൂടി ഉള്ള ഒരു ഇത് വരുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ അത്രയും പിന്നെ ഡ്രഗ് അഡിക്ഷൻ, അതായത് സിറിഞ്ചിൽ പിന്നെ മരുന്ന് വെച്ച് ഇഞ്ചക്ഷൻ വെക്കുന്നത് വരെ ഞങ്ങൾ ഈ ഷട്ടർ പൊതിക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. ലൈവായിട്ടാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ തുറക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മീൻസ് പരസ്യമായിട്ടാണ് അവർ എല്ലാ പേഷ്യൻസൊക്കെ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഷട്ടർ പൊതിക്കാൻ ഒരു നിവൃത്തിയും ഉണ്ടാവാറില്ല. കാരണം എന്താ വെച്ചാൽ ഇവർ നമ്മൾ സ്ത്രീകളല്ലേ. അപ്പോൾ നമുക്കെതിരെ എന്തെങ്കിലും അവർ ഞങ്ങൾക്ക് ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവിടെ വന്ന് തുറക്കുന്ന സമയത്ത് പുറമേയുള്ള ഒരൊറ്റ ഷോപ്പും തുറക്കില്ല. അപ്പോൾ ഇവിടെ വന്ന് തുറക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും മീൻസ് ഞങ്ങളതിൽ എന്തെങ്കിലും ഇതുണ്ടാവും. ഞങ്ങൾക്ക് നല്ല പേടിയാണ്. പിന്നെ ഞങ്ങൾ ഒരുപാട് തവണ അവിടെ സൂപ്രണ്ടിനൊക്കെ പരാതി കൊടുത്തതുമാണ്. സൂപ്രണ്ട് മാത്രമല്ല, അവിടെയുള്ള ഹോസ്പിറ്റലിലെ ജീവനക്കാർ മൊത്തം ഇവിടെ ചുറ്റുഭാഗം നടക്കും. ഇതിന് മുൻപ് ഒരുപാട് അവർ വന്ന് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ AC-യുടെ കോപ്പർ വയർ നഷ്ടപ്പെട്ടതും ആ സംബന്ധമായിട്ടുള്ള കാര്യത്തിന് അപ്പൊക്കെ അവർ വന്ന് നോക്കിയതാണ്. പക്ഷേ എന്നിട്ടും ഇവർക്കെതിരെ ഒരു ആക്ഷനും എടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടുമില്ല. മാത്രമല്ല ഇവിടെ തൊട്ടടുത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ്, അവിടെ പോയിട്ട് നമ്മളെപ്പോഴും പറയും, ഇവരെ കാണുന്ന സമയത്ത് തന്നെ നമ്മൾ അവിടെ പോയി പറയുന്നതാണ്. പക്ഷെ അവർ വരുമ്പോഴത്തേനും ഇവർ എന്താ പറയുക, അവരുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവരങ്ങ് ഓരോരുത്തരായിട്ട് ഓരോ ഭാഗത്തു കൂടെ നീങ്ങും. എന്താ വെച്ചാൽ ഞങ്ങൾ ലേഡീസ് മാത്രമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അത്രയും ജീവന് ഭീഷണിയും കൂടിയാണ്. കാരണം ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുക്കുന്നവരുണ്ട്. അപ്പോൾ എവിടെയുമില്ല ഒരു എന്താ പറയുക, പുറത്തൊക്കെ ഫുള്ള് അടച്ച്, ഞായറാഴ്ചയൊക്കെ ഫുള്ള് അടവായിരിക്കും.
ആ സമയത്തും കൂടി ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഡ്യൂട്ടി എടുക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഇതിനെതിരെ എന്തെങ്കിലും നടപടികൾ എടുക്കണമെന്നാണ് ഇപ്പോൾ ഇതിലൂടെ ഞാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയെങ്കിലും ഈ എന്താ പറയുക ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഞാനിവിടെ ഉമ്മനെ അഡ്മിറ്റായിട്ട് പനിയായിട്ട് അഡ്മിറ്റായിട്ട് വന്നതാണ്. പിന്നെ ഇൻഷുറൻസ് ഇതുള്ളതിനെ കൊണ്ട് ഇവിടെ കൊണ്ട് അഡ്മിറ്റായിട്ട്, അപ്പോൾ ആ ഇൻഷുറൻസ് പ്രകാരമുള്ള മരുന്ന് വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നതാണ്. വന്നപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ട്രാൻസ്പോർട്ട് ജനറേറ്റർ സൈഡിൽ നിന്നിട്ട് ഒച്ചത്തിൽ സംസാരിക്കും, ഒച്ചത്തിട്ടായി മലയാളിയാണെന്നുള്ളൊരു സംശയത്തിന് നമ്മളെ ഇവരോട് വന്ന് ചോദിച്ചിരുന്നാൽ ഈ ബംഗാളികളെന്ന് ഇവിടെ താമസിക്കും. അപ്പോഴാണ് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരുപാട് തവണ കുറിച്ച് പരാതി കൊടുത്തതാണ്. അവർ വന്ന് വേണ്ട രീതിയിൽ പൈസ നടത്തുന്നില്ല. വരും പോലീസുകാർ വരുമ്പോൾ അവർ ഓടിച്ചു ഓടും. പിന്നെ പോലീസുകാർക്ക് കഴിഞ്ഞ് വീണ്ടും ഇവിടെ വന്നിരിക്കും. ഈ സ്ഥാപനത്തിലാണ് വന്ന് നോക്കും 4 സ്ത്രീകളെ വർക്ക് ചെയ്യുന്നത്. ഓരോ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ മലയാളീസുകൾ തന്നെയാണ്, ബംഗാളികളൊന്നുമല്ല. ഇത് സ്ഥിരം പരിപാടിയാണ്. അവിടെ പോയി നോക്കുമ്പോൾ വീഡിയോ കണ്ടു കാണുമല്ലോ. പിന്നെ ഇൻസുലിനൊക്കെ ഇഷ്ടംപോലെ ഇൻസുലിൻ നടക്കാറുണ്ട്. വളരെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ്. ഇവിടെ മറ്റേ ലഹരി വിമുക്ത കേരളമാണ്, സിറ്റി ഏരിയ ആണ്, ഒക്കെ എല്ലാം. പക്ഷേ ഇപ്പോൾ ഈ പോലീസുകാരെ കൺമുമ്പിൽ വെച്ചിട്ട് കിടക്കുന്നത് ആരാ നടത്തുന്നുള്ള അവർക്കറിയാം, പോലീസുകാർക്ക് അറിയാം. ഞാൻ ചോദിച്ചാൽ പറയാം പുറത്തുണ്ടായാലും അവരത് പുറത്ത് നിൽക്കുന്നതാണ് മീഡിയക്കാർക്ക്. അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നിട്ട് പോലും അവർ നടപടി എടുക്കുന്നില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടായിട്ട് നടപടി എടുക്കും. അതല്ലാതെ ഞങ്ങളിപ്പോൾ സാധാരണക്കാർക്ക് നിയമം കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ അതിന് വേറെ നടപടി എടുക്കാൻ നമുക്ക് അധികാരമില്ല. അതിനിട്ട് കഴിയുകയും ചെയ്യില്ല. ഞങ്ങൾ പാവപ്പെട്ട ആളുകളാണ്. നമുക്ക് അന്നന്ന് ജീവിച്ച് അന്നന്ന് നയിച്ചുകൊണ്ട് അന്നന്ന് ജീവിക്കുന്ന ആൾക്കാരാണ്. അതിനെക്കൊണ്ട് അതിൻ്റെ പിന്നാലെ നടക്കാനുള്ളതില്ല. ഗവൺമെൻറ് കണ്ടറിഞ്ഞ് പാവപ്പെട്ടവരുടെ സുരക്ഷിതം ഉറപ്പുവരുത്തുക. ഈ ഹോസ്പിറ്റലിലെ ഇന്നത്തെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാട് പിടിച്ച് കിടക്കുന്ന ആംബുലൻസുകളും ഒട്ടനവധി സ്ഥലങ്ങൾ ഇവിടെ ഉപയോഗശൂന്യമായി നിൽക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഭരണാധികാരികളും ഹോസ്പിറ്റൽ ഓഫീസർമാരും ഈ ഒരു അവസ്ഥ കാണുന്നില്ലേ? എന്താണ് ഇതിനൊരു പരിഹാരം കാണാത്തത് എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. പലതവണ സൂപ്രണ്ടിനടക്കം പല അധികാരികൾക്കും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് കാരുണ്യ മെഡിക്കലിലെ നഴ്സുമാർ ഞങ്ങളോട് പറയുകയുണ്ടായി. എത്രയും പെട്ടെന്ന് ഈ ഗവൺമെൻറ് ജനറൽ ഹോസ്പിറ്റൽ ബീച്ചിൻ്റെ അവസ്ഥ മാറ്റണം, അധികാരികൾ കണ്ണു തുറക്കണമെന്ന് ഫ്രീഡം ഫൈറ്റ് ന്യൂസ് പറയുകയാണ്. ഫ്രീഡം ഫൈറ്റ് ന്യൂസിന് വേണ്ടി റഫീഖ് കിണാശ്ശേരി.